ഇത് ശരിയാവില്ല. എല്ലാവർക്കും വീതം വെച്ചിട്ട് അവസാനം 3 ലക്ഷം എന്റെ കയ്യിൽ കിട്ടുന്നത്. റിസ്ക് എടുക്കുന്നത് ഞാനാ. നിങ്ങൾ സൂചിച്ചിരുന്ന് സമ്പാദിക്കല്ലേ? ഇല്ല, ഈ ഇടപാട് നമുക്ക് ശരിയാവില്ല. പാർട്ടിയോട് സംസാരിച്ചു. 15 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവരൊന്നും മിണ്ടുന്നില്ല. പോലീസിലൊന്നും അറിയിക്കില്ല. അതാ ഞാൻ പറഞ്ഞേ 15 കിട്ടും, 10 നിങ്ങളെടുത്തു, 5 എനിക്ക് തന്നാ മതി. ഇനി ഒരു സംസാരം വേണ്ട. വേണമെങ്കിൽ പറ, മീൻ ഞാൻ ഐസ് ഫാക്ടറിയിൽ എത്തിക്കാം. വേണ്ടേ? വേണ്ടെങ്കിൽ വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാൻ നോക്കാൻ. ഓക്കെ ആണല്ലോ? അവിടെ വരുമ്പോ സ്വഭാവം മാറരുത്. ഞാൻ 15 മിനിറ്റിനകം അവിടെ എത്തും. അളിയ, എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? നീ മിണ്ടാതിരിക്കെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കേറാത്ത് കൃപാലേ, വരുന്ന 13-ാം തീയതി കോൺസ്റ്റബിൾ സെലക്ഷൻ നടക്കുന്നുണ്ടാ. അപ്ലൈ ചെയ്യടാ. എടാ നിക്കടാ. എടാ, ഞാൻ കള്ളത്തരം കാണിച്ച് പാസ്സായതുകൊണ്ടല്ലേ നീ ഫെയിൽ ആയത്. അത് പോട്ടെ, ഇപ്രാവശ്യം നീ അപ്ലൈ ചെയ്യ്. നിനക്ക് ജോലി കിട്ടൂടാ. എടാ, നിന്നോടാടാ ഈ പറയുന്നത്. കൃപാല, നീ എൻ്റെ കൂടെ വാടാ. ഞാൻ എൻ്റെ അമ്മാവനെ പരിചയപ്പെടുത്തരാം. മിനിസ്റ്ററുടെ പി എടാ. 2 വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും SI പോസ്റ്റ് കയറാം. നിന്റെ പിച്ചയാ? കൃപാല, നീ അപ്ലൈ മാത്രം ചെയ്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി നോക്കി പോടാ. നീ എന്താടാ ഇങ്ങനെ? ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? നീ എന്റെ ഫ്രണ്ട് അല്ല. എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? കഷ്ടകാലത്തിന് ഞാൻ പാസ്സായി പോയി. ഞാൻ പറയുന്നൊന്ന് കേക്കടാ. വെറുതെ സമയം കളയാതെ ഒന്ന് പോടാ. ഹലോ സർ. യെസ് സർ. യെസ് സർ. ഏത് ഹോസ്പിറ്റൽ? നാലാമത്തെ വാരം, ലാസ്റ്റ് ബെഡ്. വേഗം വാ. സാർ സാർ, പാർത്ഥിവനെ കൊല്ലാനാ അവര് വന്നിരിക്കുന്നത്. നമുക്കങ്ങ് മാറിയിരിക്കാം സാർ. വാ സാർ. എന്ത് സാർ? സാർ ആ കൊച്ചിനെ വിടാ. കൂടുതൽ ഡയലോഗ് വേണ്ട. ഞങ്ങളിപ്പോ അവനെ കൊല്ലാൻ പോവുക. അതുകൊണ്ട് പുറത്തു പോകുന്നത് നല്ലത്. പൊയ്ക്കോ. എന്നെ കൊന്നിട്ട് അവനെ കൊല്ലടാ.